എടാ ഒരു പ്ലാൻ ഇല്ലാതെ പിന്നെ മാങ്ങ ഉറക്കാനാ നിങ്ങൾ അങ്ങോട്ട് പോയത്? എന്നോട് ചോദിക്കുന്നതിന് അവനോട് ചോദിക്കും. അല്ല പെട്ടെന്ന് ഈ എൻഗേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവളാകെ പാനിക്കായി. പിന്നെ ഞാൻ ഈ ഒരു വഴി കണ്ടുള്ളൂ അവളൊന്ന് സമാധാനിപ്പിക്കാൻ. ഞാൻ അവനോട് മര്യാദയ്ക്ക് വെച്ചതാ, ഫോൺ വിളിച്ച് സമാനിപ്പിച്ചാ പോരെന്ന്. പക്ഷെ അവനത് പോരാ. ഈ നാരോ എസ്കേപ്പ് കേട്ടിട്ടുണ്ടോ? ആ കേട്ടല്ലേ ഉള്ളൂ. ഇന്നലെ ഞാനത് കണ്ടു. എന്റെ അമ്മാവൻ അമേരിക്കയിൽ നിന്ന് അടുത്ത മാസം വന്നിട്ടേ ഒരു ഐഫോൺ 16 കൊണ്ടുവരാൻ പറയട്ടെ. വേണ്ട വേണ്ട വേണ്ട. നിങ്ങൾ ഇത്രയും റിസ്ക് എടുത്തോടെ കേറി. ഞാനേ രാത്രി വിളിക്കാം. ഓ വേണ്ടേ. നീ പറയുന്ന പോലെ ഷടപടയിൽ നടക്കുന്ന കാര്യമല്ല. അവന്മാരെല്ലാരും കൂടി അടപടലങ്ങ് പോരും. പിന്നെ ഞാൻ അവളെ കൊണ്ട് ഇവിടെ പോകും. എടാ, അവൾ അവിടെ ഇത്രയും ആൾക്കാരോട് ഒറ്റക്ക് ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുക. അതാ ഞാൻ ഈ പറയണേ. അളിയാ നീ എവിടെയായിരുന്നു? അളിയ ഇന്ന് വൈകുന്നേരം കളിയുണ്ട്. ഷാനെ ആ ഏതാണോ കൊച്ചു? ആ അത് മുതലാളിയുടെ റഡാർ കിട്ടിക്കാണില്ല. നീ രാവിലെ ജോയിൻ ചെയ്താ പ്രിയ. ഞാനിപ്പോ വരാട്ടാ. പ്രിയ ഹായ്. ഹലോ. പരിചയപ്പെടാൻ പറ്റിയില്ല. ഞാൻ സാമല്ലേ, എനിക്കറിയാം. ആളെ പറ്റി അത്ര വെടിപ്പ് റിപ്പോർട്ടല്ലല്ലോ മൊത്തത്തില്. യോ അവിടെ സ്ഥിരം നമ്പർ തന്നെ. അമേരിക്കയിൽ അമ്മാവൻ. ആ സതീഷ് വല്ലതും പറഞ്ഞായിരുന്നു. ആ പക്ഷെ ഞാനത് വിശ്വസിച്ചിട്ടില്ല. ആ അപ്പോ പ്രിയ ആണല്ലേ സതീഷിനൂടെ US ഓൺ സൈറ്റിൽ പോണല്ലേ? ഷിക്കാഗോ. ആയു ഡൺ ഫോർ ദ ഡേ. ഒറ്റയ്ക്കാണ്? ഞാൻ വേണമെങ്കിൽ കൊണ്ടുപോകട്ടോ. ഇല്ല സതീഷ്. ആ ഈ കോഴിയോ? കുറച്ച് വിന്റർ ക്ലോത്ത്സ് എടുക്കാൻ വേണ്ടി കൂടെ വരുമോ ചോദിച്ചിരുന്നു. പ്രിയ ആ പോവാ. ഓക്കെ. സാമേ ഞാൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. വാട്സ്ആപ്പ് ഒന്ന് ചെക്ക് ചെയ്യണേ. ഓ പോം. വീട്ടിൽ പോട സാമേ. സതീഷ മയിലേ. ഊണിയതവൻ്റെ അപ്പനത് രണ്ടു മകരങ്ങളാ. ആ ഇന്നലെ അവനെ പറഞ്ഞ് മനസ്സിലാക്കപ്പെട്ട പാടെ എനിക്ക് അറിയുള്ളൂ. ഞങ്ങള് അവളുടെ കാര്യത്തിൽ ശ്രദ്ധ വേണമെന്ന് ഞാൻ പപ്പയോട് പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്. കാര്യങ്ങൾ കൈവിട്ടായി ഉറപ്പാണേ. ഞാൻ മറുപടി ചേട്ടാ. നീ ഒന്ന് സമാനപ്പെടേ. എന്റെ ചാച്ച അവന് ഡൗട്ട് അടിച്ചപ്പോ ഒരു വിധത്തിലാണ് ഞാൻ അടക്കി നിർത്തിയത്. അതിന്റെ ഇടക്കൂടെ അവളുടെ ഒരു മതിലിയാട്ടം. ഇതിപ്പോ അവള് ചാടിയതാണെന്ന് റോണിക്കറിയില്ലല്ലോ. ആ അറിഞ്ഞ പിന്നെ കാണായിരുന്നു. അറിഞ്ഞപ്പോ എന്നെ പോപ്പാണാ? പെണ്ണു പിടിക്കാത്ത പുണ്യാളൊന്നും അല്ലല്ലോ അവൻ. ഒന്ന് പോടാവേ. പപ്പ അവളെ ഒന്നകത്തി പോയേ അങ്ങനെ സംസാരിച്ചോ. ചെല്ലേ പൊള ഒന്ന് പിടിച്ചേടാ. നിങ്ങൾ സംസാരിക്കും. നീ എന്നാത്തിനാ വെറുതെ ചേട്ടായിയുടെ മെക്കിട്ട് കയറുന്നേ? അവൻ പറഞ്ഞ പോലെ എല്ലാം തൽക്കാലം സേഫാ. പക്ഷെ ഇനി ഒരിക്കൽ കൂടി അവളന്വേഷിച്ച ഒരാളിവിടെ കാലുകുത്താൻ പാടില്ല. അതിനുള്ള എന്താ ചെയ്തേക്കണം. അവളാണെങ്കിൽ വായിക്കൊള്ളിട്ട് കുത്തിയാലും ഒരു മണ്ണും പറയത്തുമില്ല. യുവന്മാരെ കണ്ടിട്ടുള്ള വേറെ ആരാണല്ലേ നമ്മുടെ കൂട്ടത്തില്? വിലക്ക് സ്ഥിരതയില്ലാതെ ഓരോന്ന് പറയാനൊരു തന്തയും അത് കേട്ട് തുള്ളാനൊരു മോനും. ഇത് പക്ഷെ അങ്ങനെയല്ല വന ചേച്ചി. ബബീഷേന്റെ അച്ഛൻ എന്നോട് സീരിയസ് ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അങ്ങേര് പണ്ട് എറണാകുളത്ത് സെക്യൂരിറ്റി പണിക്ക് നിന്നപ്പോ അവിടെ ഒരു ഡിങ്കോൾഫിലെ മോനുണ്ടാവും. ആണ് അല്ലേ ബബീഷേട്ടാ? ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഗൂഗിളിലൊന്ന് നോക്കി. അതനുസരിച്ച് ഈ പറഞ്ഞ കാലവും അച്ഛൻ സെക്യൂരിറ്റി ആയിട്ട് നിന്ന വർഷവും മാച്ചാണ്. അല്ല ഇതൊക്കെ ഗൂഗിളിൽ വരും. ബബീഷേട്ടാ നിങ്ങൾ തമാശയായിട്ട് എടുക്കല്ലേ? ഇത് പുള്ളി സീരിയസ് ആയിട്ട് സ്വന്തം ചോരനെ പറ്റി പറഞ്ഞ കാര്യമാണ്. ഇവനാണ് നിങ്ങളെ കൊണ്ട് കുഴി ചാടിക്കുന്നത്. പണ്ടൊരിക്കലേ പ്രേമന്റെ അച്ഛന്റെ ആണ്ടിനുണ്ടല്ലോ, ഏതോ ഒരു ബലിക്കാക്കെ കണ്ടിട്ട് ഇവൻ പറയുവാ അതാണ് പ്രേമന്റെ അച്ഛനെന്ന്. അത് കേട്ട പാടെ ആ കാക്കെ പിടിച്ച് കൂട്ടിലിട്ട് അതിനെ അച്ഛനാന്നും പറഞ്ഞ് വളർത്തിയാനാണ് ദാ ആ ഇരിക്കുന്നവൻ. ആ അത് മണ്ടത്തരായിരുന്നു എന്ന് ഞാൻ അന്നേ അവനോട് പറഞ്ഞു. എന്നിട്ടായിരിക്കും പ്രേമന്റെ അച്ഛന് ആടെ ഇഷ്ടാന്നും പറഞ്ഞ് നിങ്ങൾ ഡെയിലി കാക്കയ്ക്ക് കൊണ്ട് ആട കൊടുത്തത്. അല്ല മോനെ, എന്നിട്ട് കാക്കയിലൂടെ തിന്നോ? എണീറ്റ് പോതല്ലേ. ചേച്ചിക്ക് അങ്ങനെ പലതും പറയാം. അവസാനത്തെ ആഗ്രഹം സാധിച്ചു കൊടുക്കാണ്ട് അച്ഛനെങ്ങാനും ഡെഡായി പോയാൽ പിന്നെ ബബീഷേട്ടാ സമാധാനം എന്ന് പറഞ്ഞ സാധനം കിട്ടത്തില്ല. അതെ, എറണാകുളം വരുമെന്ന് പോകേണ്ട കേസല്ലേ ഉള്ളൂ. ആ ബബീതയുടെ അടുത്ത് ആരെങ്കിലും ചാല കാണിക്കാന്ന് പറഞ്ഞാൽ പോരെ. ഇടാ അതിന് ഈ ചടങ്ങിന്റെ ഇടയിൽ നിന്ന് പോകാൻ ജോസേട്ട സമ്മതിക്കുവോ? ദൈവമാരുടെ കാര്യം മുമ്പേ പറഞ്ഞത്. ആ ഇത് നമ്മുടെ ബീഷല്ലേ? നീ ഇപ്പൊ എവിടെ താമസിക്കണേ? ഈ റോഡ് ചെന്നിറങ്ങുമ്പോ ഒരു ജംഗ്ഷനില്ലേ അവിടെ. ജോസേ ആ ശരി. എടാ ബബീഷേ, ആ കുറച്ച് കഴിയുമ്പോൾ ഇവനെ എറണാകുളത്തേക്ക് വിടണം. നമ്മുടെ പിള്ളേർ വരുന്നുണ്ട്. എന്നാ തന്നെ ജോസേട്ടാ? എടാ ഇന്നലെ കല്യാണ നിശ്ചയത്തിന് ഒന്ന് അലമുണ്ടാക്കിയില്ലേ? ആ അവന്മാരൊന്ന് സ്കെച്ച് ചെയ്യണം. ഞാൻ പോല ഇവനെ അത് വേണോ? എടാ ഇവനല്ലെങ്കിൽ പിന്നെ കണ്ടിരിക്കുന്ന എന്റെ ഭാര്യ. ജോസേട്ടാ പ്രേമേട്ടൻ ഒറ്റയ്ക്ക് വിടണ്ട, ഞങ്ങൾ 3 പേരും കൂടെ പോയി പൊക്കിക്കോളാം. എടാ ബബീഷേ നടക്കുവോ? അത് പിന്നെ ये देखो, राजीव नंबियार लीड्स ANC to a stunning victory against drug lords. ഗ്രേറ്റ് സർ. SP और डिपार्टमेंट ने मेरा बहुत तारीफ किया. ഇതൊക്കെ പുള്ളി എന്നെ പത്രത്തിൽ കൊടുക്കുന്നതാ, കാര്യാക്കണ്ട. നല്ല മനുഷ്യനാ,
പക്ഷെ ഒരുമാതിരി ഊള സ്വഭാവമാണ്. അതെന്താ? ഇതന്നെ വല്ലവരും ചെയ്ത പണീൻ്റെ ക്രെഡിറ്റ് എടുത്ത് ആളാവുക. പിന്നെ അല്പത്തരവും പിന്നെ കുറച്ച് സംശയരോഗവും. സംശയരോഗം? പുള്ളിയുടെ വൈഫേ 10-200K ഫോളോവേഴ്സുള്ള ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറാ. അതുകൊണ്ട് പുറകെ നടക്കുന്ന കോഴികൾക്ക് ഒരു പഞ്ഞുമില്ല. ഇത് എന്താ രാജാ, പരദൂഷണമാണോ? ഇല്ല സാർ. അവിടെ തലവെച്ച് കൊടുത്തു അല്ലേ? നൈസായിട്ട് ഊരി. അതുകൊണ്ട് സാർ ബാക്കി പറയാം. പിക്ചറൈസസ് ഓക്കെ. വോൾഫ് തന്ന ഇൻഫർമേഷൻ വെച്ച് ഒരൊറ്റ രാത്രിയിൽ ഈ മുംബൈയിൽ നമ്മൾ നടത്തിയ 3 ഓപ്പറേഷൻസ്. വിക്ടറും 4-5 ആൾക്കാരും ഒഴികെ ബാക്കി സബ് കോ ഠോക് ദിയ. പക്ഷെ നമുക്ക് ഇൻഫർമേഷൻ തന്ന ഈ വോൾഫ് തന്നെ ഈ പുകമറയുടെ ഇടയിലൂടെ വിക്ടറിന്റെ കോടിക്കണക്കിന് രൂപയും കൊണ്ടുപോയി. പുള്ളിയുടെ പ്ലാനൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഇഡിയുടെ റഡാറിലുള്ള എല്ലാ ഹവാല ഇടപാടുകളിലും ഒരു ടെക്കിയുടെ പ്രസൻസ് ഉണ്ടായിരുന്നു. സഞ്ജീവ് ഈസ് വൺ ഓഫ് ദം. അയാളുടെ IT ജോബെല്ലാം ഒരു കവറപ്പാണ്. രാജ്യം വിട്ട് കഴിഞ്ഞാൽ പിന്നെ എവിടെ വെച്ചാണെങ്കിലും ഇയാൾക്ക് ആ പൈസ ക്യാഷ് ചെയ്യാം. പക്ക ഫുൾ പ്രൂഫ് പ്ലാൻ ആയിരുന്നു. പക്ഷേ ആരും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ്. ചുരുക്കി പറഞ്ഞ പാസ്വേഡും പോയി, പൈസയും പോയി. വിക്ടറാണെ കൊല്ലാനും നടക്കുന്നു, ലാപ്ടോപ്പ് ആണെ തുറക്കുന്നുമില്ല. ഇയാളിപ്പോൾ എവിടെ ഉണ്ടെന്നുള്ള വല്ല നോ. സാർ, പിന്നെ നിങ്ങളുടെ മറ്റേ ഓഫീസിലെ ഓണപരിപാടിയില്ലേ, അതിന് നമുക്ക് വരാൻ പറ്റൂല. ഒരു ചെറിയ സീനുണ്ട്. അല്ല, അന്നാണ് മറ്റേ മ്യൂസിക് ഡയറക്ടർ സുരേഷ് ഖാൻ വരാന്ന് പറഞ്ഞത്. അതിന്റെ പരിപാടിയിലായിരിക്കും. നിനക്ക് സുരേഷ് ഖാനെ അറിയില്ലേ? എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ പോയി കാണുന്നു വേണ്ട. അല്ല, ഞാൻ ചിലപ്പോ അടുത്ത ആഴ്ച അങ്ങോട്ട് വരും. ആ അമ്മ പ്രിയ നല്ല കുട്ടിയാണല്ലേ? എടാ, ആ സതീശന് പകരം ഞാൻ ഓൺ സൈറ്റിൽ പോയി അടിപൊളിയായിരിക്കും അല്ലേ? എന്തിനു? എടാ, ലേഡി ഗായിക്ക് അവനെ വലിയ താല്പര്യമില്ല. അതാണ് എൻ്റെ ഒരു ഇത് തീർത്താ. അതിൻ്റെ അകത്തൊന്നും ഉണ്ടായിരുന്നില്ല തീർക്കാനായിട്ട്. നീ മടവട അടിച്ചപ്പോ എനിക്ക് തോന്നി, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? കോപം. ഞാനത് തപ്പട്ടെ. അവളുടെ അപ്പനോട് ചോദിക്കൊരു കുപ്പി. ഹലോ ഹലോ, ഞാൻ വിളിച്ചപ്പോ നീ എവിടെയായിരുന്നു? ഞാനിവിടെ കൂട്ടുകാരോടെ. എന്തു പറ്റി? നീ ഇങ്ങനെ കളിച്ചോണ്ട് നടന്നു. എന്തൊക്കെ വരുന്നു. മതി, ഇനി ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നു. പപ്പയ്ക്ക് നിന്നെ ഒന്ന് കാണണമെന്ന്. പപ്പയ്ക്കാ? എന്തിനി? നിനക്കിട്ട് മുട്ടം പണി വരുന്നുണ്ട്. അത് തന്നെ, അമ്മാവൻ നിന്നെ തെല്ലാൻ ആളെ വിട്ടിട്ടുണ്ട്. അമ്മാവനോ? ഷംസീറ, സൗണ്ട് ഒന്ന് കുറച്ചടാ. ഹലോ. മനുഷ്യന്റെ സ്പൈനൽ കോഡ് വരെ അടിച്ചു പോയി. എന്ത് വിട്ടലാണ് ബബീഷേട്ടാ വിട്ടത്? നമ്മൾ വീഗാലാൻഡിൽ ടൂർ ഇറങ്ങിയതല്ലേ, നിർത്തി ഫോട്ടോ ഒക്കെ എടുത്ത് വരാൻ. എന്നാലും മനുഷ്യത്വം വേണ്ടേ? പറഞ്ഞോളേട്ടാ, എന്താ കഴിക്കാൻ വേണ്ടേ? കഴിക്കാൻ ബീഫുണ്ടോ? ബീഫ് ഉണ്ടല്ലോ. എന്നാ 3 ഓംലെറ്റ്. അല്ലളയാ, ടച്ചിങ്സ് വേണ്ടേ? ഇതിന്റെ ഇത്രയും ടച്ച് നീയാ, ബാക്കിയുള്ളതേ ഞാൻ ടച്ചിക്കോളാം. ചേട്ടാ, ഇവിടെ ഒന്നും പറ്റില്ല. ഏതാ? ബീഫ് ഓർഡർ ചെയ്തിട്ട് ഓംലെറ്റിലേക്ക് കൺവേർട്ട് ആവാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഒരു ബീഫെങ്കിലും ഓർഡർ ചെയ്യണം. അല്ലേട്ടാ? അതല്ല, ഇവിടെ ഇന്ന് മദ്യപിക്കാൻ പറ്റില്ല. ഇവിടെയുള്ള മറ്റു കസ്റ്റമർ ബുദ്ധിമുട്ടാവും. ഇവിടെ ഇപ്പൊ വേറെ കസ്റ്റമേഴ്സ് ഒന്നും ഇല്ലല്ലോ ഇപ്പൊ. ഇല്ലല്ലോ. അവിടെ ഒരുത്തനുണ്ട് കേട്ടോ. ഡേ, അവൻ എന്തേലും ബുദ്ധിമുട്ടുണ്ടോന്ന് ചോദിച്ചേ. ഞാൻ വന്നോ? നീ എവിടെ ഇരി. അവിടെ കുറച്ച് ടീം വന്നിട്ട് വന്നാലും നിന്റെ മവൻ എന്നെ തല്ല വരാൻ പറഞ്ഞി. പോലീസും കൊടുത്തേക്കുള്ളല്ലോ ഇവിടെ. നമുക്ക് വരുന്നോട് വെച്ച് കാണാം. ഏട്ടാ, എന്തേലും ബുദ്ധിമുട്ടുണ്ടോ? എന്തേലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. പബ്ലിക്കലി മദ്യപിക്കുന്ന ഇരിക്കുന്ന കുട്ടിയെ. ഇല്ല, വലിയ ബുദ്ധിമുട്ടില്ല. ഫുട്ബോൾ കളിച്ചപ്പോൾ കൈക്കേറിയ ഗ്ലാസ് ഒക്കെ എടുക്കാനായിട്ടേ. അതപ്പുറത്തേക്ക് എടുത്താ പോരെ? അപ്പൊ പ്രശ്നം തീർന്നില്ലേ? വേറെ ബുദ്ധിമുട്ടില്ലല്ലോ. ഒരു ബുദ്ധിമുട്ടില്ല. ആരാ ബുദ്ധിമുട്ടുണ്ടെന്ന്? ഓൾ ക്ലിയർ. ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതങ്ങ് മാറ്റി കൊടുത്തു. നന്നായി. ഒഴിക്കലോട്ടാ കമത്തങ്ങട്. ബബീഷേട്ടൻ നമ്മൾ ഈ കടൽ പോലെ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് അവനെ എങ്ങനെ തപ്പിയെടുക്കാനോ? നീ മിണ്ടരുത്. നീ എന്താ അവിടെ നിന്ന് പോലും പറഞ്ഞ? എന്ത് പോകുന്നു, പൊക്കുന്നു, പോരുന്നു അല്ലേ? നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങളുടെ മൂക്കിൽ സീബ്രയെല്ലാം ഇട്ടവനെ പൊക്കുന്നു മലത്തോന്നൊക്കെ അല്ലേ? എന്താ അവൻ എൻ്റെ മുഖത്തിനിട്ട് അടിച്ച അടി, എൻ്റെ തുരിഞ്ഞ മുഖം ഞാൻ മറക്കില്ലല്ലോട്ടാ.
എടി ഒരു ക്വാർട്ടർ പോലല്ലേ നിങ്ങളുടെ കയ്യിൽ? ഇന്നലെ ഫ്ലാറ്റിൽ വന്ന് മണമണന്നടിക്കുമ്പോ ഓർക്കണമായിരുന്നു, ഒരു തുള്ളി പോലും ഇല്ല തരാൻ. ഓക്കെ ബൈ. അപ്പൊ ശരി എടാ 2 പേക്ക് വീട്ടിൽ കാണും. എടാ 2 പെഗ് എന്താവാനാണ്? ഒരുത്തരം ഇവിടെ പ്ലാൻ പാട് നിൽക്കുമ്പോഴാണ് 2 പെഗ്. അതൊന്നും ആവൂല. നിനക്കത് പോരെ എങ്കിൽ അത് പറ. നീ എന്തുട്ടൊക്കെയാണ് പറയുന്നത്? ഇനി വല്ല ബിംബ്രയും വിളിക്കേണ്ടി വരും. അതൊന്നും വിളിച്ചിട്ട് കാര്യമില്ല, ഞാൻ നോക്കി. അങ്ങനെ ഞങ്ങൾ അവനോട് ചോദിച്ചപ്പോൾ അവന് ബുദ്ധിമുട്ടില്ലാന്ന് പറഞ്ഞു. ആ ബൈ ചേട്ടനെ ഒന്ന് വിളിച്ചു നോക്ക്. അവിടെ എന്താ പ്രശ്നം? ഞാൻ നോക്കട്ടെ. ഇവിടെ നിന്ന് മദ്യപിക്കാൻ പറ്റില്ല. ഇത് മൂഡ് കളഞ്ഞു. എന്താ പ്രശ്നം? ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് അടിക്കാൻ പറ്റില്ല. അത് പറഞ്ഞിട്ട് കേൾക്കണില്ല. ഞങ്ങൾക്കത് ബുദ്ധിമുട്ടാണ്. ഇതിൽ എന്നാ ബുദ്ധിമുട്ട്? കുപ്പിയുണ്ട്, ഗ്ലാസ് ഉണ്ട്, വെള്ളമുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഒരു ഫുള്ളോടെ ഉണ്ട്. കണ്ടോ? ഇതിപ്പോ ഞങ്ങൾ എവിടെ കൊണ്ടുവച്ച് അടിക്കാനാ? അനിയൻ പറ. അതെ ചേട്ടാ, ഇവിടെ പോലീസൊക്കെ കറങ്ങി നടക്കണോണ്ടേ പുള്ളിക്കൊരു പേടി, അത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ചില്ലേ, ഞാൻ സെറ്റാ. ശംശീറ ഞാൻ നോക്കി. സീനൊന്നും ഞാൻ സെറ്റാക്കാന്ന്. നിനക്ക് സാധനം വേണ്ടേ? എവിടെന്ന്? എടാ 3 മണ്ടന്മാര് വന്ന് പെട്ടുണ്ട്. നീ ഇങ്ങോട്ട് വന്ന് പോരാ. അതൊക്കെ അവിടെ വെക്ക്, വാ. നല്ല പയ്യനല്ലേ? കണ്ടിട്ടേ കൊച്ചിയിലെ മുക്കും മൂലയൊക്കെ അറിയാവുന്ന പയ്യനാന്നാ തോന്നുന്നത്. കൂടെ നിർത്തിയാലേ 2 മിഷനോട് ഒറ്റ അടിക്ക് തീർത്ത് വീട്ടിൽ പോകും.